LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും. എല്ലാരും എന്തോന്ന് ചോദിച്ചോണ്ടിരിക്കുന്നേ? എന്തുവാ നിങ്ങൾ നിലവിളിച്ചേ? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഇവർ രണ്ടും കൂടെ തലയിട്ടോണ്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കണുണ്ട്. അകത്തിരുന്ന ചേച്ചി എന്തിനാ നിലവിളിച്ചേ? അത് നിങ്ങൾ നിലവിളിച്ചപ്പോ ഞാൻ പേടിച്ചു പോയി. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങക്ക് നാണൂല ഇവിടെ നിന്ന് ഒളിഞ്ഞു നോക്കാൻ? എങ്ങനെ? എന്തോ ആരെ ഈ പറയുന്നേ? ഒളിഞ്ഞോട്ടത്തിന്റെ ഉസ്താദാ ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്ന. എന്നിട്ട് ചേച്ചി എന്താ ഫോണില് മെസ്സേജ് അയച്ചിട്ട് ചിരിക്കുന്നേ? ചിരിച്ചാ? ആര് ചിരിച്ച്? ചേച്ചി ചിരിക്കുന്ന എന്താ കാരണമൊക്കെ എനിക്ക് അറിയാം. അപ്പുറത്തളയനായിരിക്കും അല്ലേ? ആണെങ്കി ഡേറ്റിങ് പറ. ഡേറ്റോ? ഏത് ഡേറ്റ്? അളിയൻ വരുന്നതിന്റെ ഡേറ്റ് പറ. അതിപ്പോ അങ്ങനെ നടക്കണം എന്നൊന്നുമില്ലല്ലോ മോളെ. അതെന്തൊരു വർത്താനോ അത്? എന്ത് നടക്കാത്തെ? എന്താണ് ഇവിടെ ഒരു സ്ത്രീ ശാക്തീകരണം? ചേച്ചി ഫോണില് മെസ്സേജ് അയച്ചിട്ട് ചിരിക്കുന്നു, കളിക്കുന്നു, പിന്നെ കൊഞ്ചി കൊഴയുന്നു. അയ്യോ, ഞാനങ്ങ് കുഴഞ്ഞ് മറഞ്ഞ് നിരങ്ങി പോചാടുന്നു. ആരുടെ കുഴഞ്ഞു മറിഞ്ഞു? അളയിന്റെ അടുത്ത? പിന്നല്ലാണ്ട് ആര്? അയ്യോ, അങ്ങനെയാണെങ്കിൽ മക്കളെ പാരു നീ പേടിക്കണ്ട. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഈ കുഴച്ചിലും മറച്ചിലും ഒക്കെ അങ്ങോട്ട് മാറിയിട്ട് അടി ഇടിയും ചവിട്ടും കുത്തും തെറിവിളിയും ബഹളമായിരിക്കും. നീയൊക്കെ നാക്കെടുത്ത് വളച്ചാലേ ഞങ്ങൾ തമ്മിൽ അടിയാവും. ഇപ്പൊ നമ്മൾ നാക്കെടുത്ത് വളയ്ക്കുന്നവരാണോ നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കണേന്നായി? അല്ലാതെ നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കണോണ്ടല്ല നമ്മൾ നാക്കെടുത്ത് വളയ്ക്കണത്. ഓ സിധുവിന്റെ കോള് പറയട്ടെ. ഒരു കണക്കിന് പറഞ്ഞാൽ ചേച്ചിയുടെ കാര്യം കഷ്ടം തന്നെയല്ലേ? എന്താ അങ്ങനെ? അല്ല, ചേച്ചിയുടെ കാര്യമല്ലേ ശരിക്കുള്ള കഷ്ടം, അളിയന്റെ കാര്യമാണ് ശരിക്കുള്ള കഷ്ടം. എന്റെ ചേച്ചി ആയതുകൊണ്ട് ഞാൻ പറയരുത്. അളിയനുണ്ടല്ല കഷ്ടപ്പെട്ടാണ് പിടിച്ചിരിക്കണത്. കാരണം ഈ ചേച്ചി പറയണം കേട്ടോണ്ട് അളിയൻ വിശ്വസിച്ച് നാട്ടിലോട്ട് വരും. ഓന്ത് നിറം മാറുന്നല്ലേ ഈ സാധനത്തിന് നിറം മാറണത്? സ്വഭാവം എന്ന് പറഞ്ഞ ടക്ക് ടക്കനെ മാറും. അവസാനം അളിയനെ നല്ല ചെത്ത കൊമ്പി കയറ്റിട്ട് ചെത്തി അങ്ങർ. എന്താ ഇവനെന്താ പറഞ്ഞേ? ഇവനെന്താ പറഞ്ഞേ? ഞാൻ ക്ലിയർ ആയിട്ട് കേട്ടില്ല. ചേച്ചി ഞാൻ പറയാം, ഓന്തിന്റെ നിറം മാറുന്നോല ചേച്ചിയുടെ സ്വഭാവം മാറുന്നേന്ന്. ഇത്ര പ്രായമായെങ്കിലും ആ പ്രായത്തിന്റെ വളർച്ച രണ്ടിനുമില്ല. കനകം, ഇത് വാങ്ങിയിട്ടേ നമുക്ക് അരി അടപ്പത്തിടാം. എന്നിട്ട് കുറച്ച് സാമ്പാറും കൂടെ ഉണ്ടാക്കാം. കുറച്ച് ദിവസം ആയില്ലേ സാമ്പാർ വെച്ചിട്ട്? ஐயோ சாம்பாரா? அம்மா சாம்பார் சொன்னப்பதான் நான் ஒன்னும் யோசிச்சேன். துவரப்பருப்பு இல்லம்மா. എന്റെ കനകം, ഇതൊക്കെ തീർന്ന വാങ്ങിച്ച് വെക്കണ്ടേ? அம்மா நான் மறந்துட்டேன் அம்மா. உங்களுக்கு யோசிக்கலாம்ல, என்கிட்ட சொன்னா நான் போய் வாங்கியிருப்பேனே. അതെങ്ങനാ? നീ അല്ലേ ഇവിടുത്തെ സാധനങ്ങളൊക്കെ മേടിക്കുന്നേ? തന്നെയല്ല, നീ ഒരു കാര്യത്തിലും കൈ കടത്താൻ സമ്മതിക്കത്തില്ലല്ലോ. சரி, அப்படின்னா இனிமே ஒரு விஷயத்திலே நான் ஒண்ணுமே சொல்ல மாட்டேன். அவ்வளவுதான், நீங்களே பாத்துக்கோங்க. ആഹാ, ഈയിടെയായിട്ട് ഇച്ചിരി മൂച്ചുമുറയൊക്കെ കൂടുതലാന്നല്ലോ. ഞാൻ എൻ്റെ പിള്ളേർക്ക് നല്ല തല്ലുകൊടുത്താ വളർത്തിയത്. നിനക്ക് 2 അടിയുടെ കുറവുണ്ട്. അത് വലിയ താമസമില്ലാതൊക്കെ കിട്ടും. അമ്മ എന്തോന്ന് അമ്മ? ഇവിടെ ആർക്കും വീട്ടിലെ ജോലിയൊന്നും നോക്കാൻ സമയമില്ലല്ലോ. അമ്മ
பிள்ளைங்களுக்கு அவங்களோட வேலை இருக்கு, சும்மா அவங்கள எல்லாம் சொல்லாதீங்க. ഇപ്പൊ തരുന്നില്ല. എന്താ അമ്മയ്ക്ക് പ്രശ്നം? നീ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കാൻ നോക്കുകയും ചെയ്യാതെ നീ എന്തോ എപ്പോഴും ഇതിനകത്ത് കുത്തിക്കൊണ്ടിരിക്കുന്നേ? അത് ഞാൻ മെസ്സേജ് അയച്ചോണ്ടിരിക്കുവായിരുന്നില്ലേ. ഇപ്പൊ അങ്ങനെ മെസ്സേജ് അയക്കേണ്ട അടുക്കള ഇരുന്നുണ്ട്. ഇതെന്ത് കഷ്ടമാണ്. എന്തുവാ പ്രശ്നം? എന്തിനാ കാരണം ആൾക്കാർ പൊളിക്കുന്നേ? ഞാൻ മെസ്സേജ് അയച്ചോണ്ടിരിക്കുവായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് മെസ്സേജ് അയച്ചോണ്ടിരിക്കുവായിരുന്നു. അതിന്റെ ഇടയിൽ അമ്മ വന്ന് ഫോൺ തട്ടി പറിച്ചു മേടിച്ചോണ്ട് പോയി. അടുക്കളയിൽ ഇരുന്നാണോ മെസ്സേജ് അയക്കുന്നത്? അത് കാണുമ്പോ തന്നെ കരി വരും. ഇവിടെ ആണെങ്കിൽ തുമരപ്പരിപ്പില്ല, ഒരു സാധനവും ഇല്ല. அம்மா துவரப்பருப்பு மட்டும்தான் இல்லாம இருக்கு. നീ മിണ്ടരുത് കേട്ടാ. അമ്മൂമ്മ പോട്ടെ വിട്, പാവം. ഇച്ചി 2-3 ദിവസമായിട്ട് ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം എന്നല്ലേ ഉള്ളൂ, അതങ്ങ് വിട്ടേക്ക്. പിന്നെ 2-3 ദിവസം കൊണ്ട് കുറെ നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. ഇത് തന്നെ ജോലി, ഇങ്ങനെ കുത്തി കളിച്ചോണ്ടിരിക്കും. പിന്നെ ഞാൻ 24 മണിക്കൂർ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അമ്മ എന്തെങ്കിലും പറിച്ചിൽ നിർത്തണം കേട്ടാ. லெச்சு, அம்மா சொன்னதுலயும் கொஞ்சம் விஷயம் இருக்கு. போன் ரொம்ப யூஸ் பண்ணினா கண்ணுக்கு, தலைக்கு, மூளைக்கு எல்லாமே கெடுதல் தான். അയ്യോ, ഉപദേശത്തിന് നന്ദി. ആന്റിയുടെ ഈ ഒരു ഉപദേശം കേൾക്കാനാണ് ഞാൻ ഇത്രയും നേരം ഇവിടെ നിന്നത്. എന്റെ പൊന്ന് കനകാന്റെ ഉപദേശിച്ച നന്നാവാനാണെങ്കിൽ ചേച്ചി എന്നേ നന്നാവണം. തന്നേണ്ടല്ലോ. ആ ഫോൺ ഒന്ന് തന്ന് ഞാൻ ഒരു ശല്യവും ഇല്ലാണ്ട് എവിടെയെങ്കിലും പോയി നിന്നോളാം. എന്റെ കണ്ണുമട്ടത്ത് കണ്ടുപോകരുത്. ഓ. പോ, എവിടാന്ന് വെച്ചാല് ആയിക്കോട്ടെ. ഓഫ് ചെയ്ത് വെക്ക്. അമ്മൂമ്മ സംഭവം എന്താണെന്നറിയൂ, ലച്ചേച്ചിരുന്ന് സിദ്ധുകളെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു അളയെ ഇങ്ങോട്ട് വരന്ന്. അവന്റെ ഒരു അളിയനും ഒരു പെങ്ങളും ഒരു ചേട്ടനും അനിയനും പിണ്ടി പോരുത്. അപ്പുറത്തെ കാണാൻ പൊക്കോണം കേട്ടാ. കിട്ടിയില്ലേ? പോവാ. അയ്യോ, ഹലോ, ഞാൻ ചെന്നൈന്ന് വന്നതിന് ശേഷേ തലയിൽ എണ്ണ തേച്ച് കുളിച്ചായിരുന്നോ? ഇല്ല അല്ലേ? എന്നോടാണോ ചോദിക്കുന്നേ? ഇല്ല. പോയി എണ്ണ എടുത്തു വെക്ക്, ഞാൻ വരുവാ അങ്ങോട്ട്. ആ, വഴി കൂടെ പോയത് ഞാനും വാങ്ങി. ഓക്കെ. ஐயோ, எதுக்குமா என்ன முறைச்சு பாக்குறீங்க? എന്താ കേട്ടില്ല? പിന്നെ സന്തോഷമില്ലാതിരിക്കോ? നിനക്ക് സന്തോഷമില്ലേ? സിദ്ധു അത്ര നാളത്തെ കാത്തിരിപ്പാണ്. ആ പിന്നെ ഇപ്പൊ ഒരു സംഭവം ഉണ്ടായി. ഞാൻ അടുക്കളയിൽ നിന്ന് നിനക്ക് ടെക്സ്റ്റ് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്കും അമ്മുമ്മ വന്ന് ഫോണൊക്കെ തട്ടിപ്പറിച്ച് മേടിച്ചുകൊണ്ട് പോയി. ഇങ്ങനെ കുറെ കുറ്റവും. 24 മണിക്കൂറും ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്, അടുക്കളയിലെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയില്ല എന്നൊക്കെ പറഞ്ഞോണ്ട്. ആ ഇനിയിപ്പോൾ നീയും കൂടെ കുറ്റപ്പെടുത്ത്. എടാ, ഞാൻ അടുക്കളയിൽ പണിയൊക്കെ എടുക്കുന്നുണ്ട്, എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. അവിടെ എന്താ അവസ്ഥ? ആഹാ, കൊള്ളാല പരിപാടി. അപ്പൊ ഓഫീസിൽ അടിച്ച് പൊളിക്കുവാണ്. ബാങ്കിലാ? ആ, ഞാൻ രാവിലെ പോയല്ലോ. രാവിലെ ബാങ്കിലൊക്കെ പോയി നമ്മൾ ഗോൾഡ് പണയം വെച്ചിട്ടില്ലേ, അതിന്റെ പലിശയൊക്കെ അടച്ച്. ഇല്ല, അത് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ഒരു 2 അടവും കൂടെ അടച്ചു തരാൻ നമുക്ക് ആ മാല സ്വന്തമാക്കാം. അതിന് നമുക്ക് വേറെ കടമൊന്നും ഇല്ലല്ലോ. ആ മാല പെട്ടെന്ന് എടുക്കാം. ഇവിടെ സ്വസ്ഥമായിട്ട് നിർത്തൂല്ലേ? അയ്യോ, നിന്നെ പറഞ്ഞതല്ല, ആ പിള്ളേരെ പറഞ്ഞതാ. ആ എന്താ? അതൊന്നുമില്ല. ഞാൻ നമ്മുടെ വീടിനവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴേക്കും ഒറ്റടത്തിനും പിടിക്കൂലല്ലോ, ഓരോന്നൊക്കെ ഒന്ന് എത്തി നോക്കാൻ തുടങ്ങി. ഇല്ല ഇല്ല, മറ്റേ വീട്ടിൽ, ഇപ്പുറത്തെ വീട്, അതിന്റെ മുമ്പിൽ. വരുവല്ലേ? എവിടെ അവിടെ എവിടെ? നോക്ക് ഇവറി അവിടെ. എവറി? ഞാൻ നോക്കിയപ്പോ അവിടെ ഉണ്ടായിരുന്നു കേട്ടാ. നീ വന്ന് നോക്കിയപ്പോ അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞാ ഇപ്പൊ എവിടെയെങ്കിലും നോക്കിയെവിടെങ്കിലും ഉണ്ടോ? ഇല്ല. എടാ കേശുവേ, അവിടെ എന്തിനാണ് ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കണേ? എന്തോ കാര്യായിട്ടുണ്ട് കേട്ടാ. എവിടെയാ ലാസ്റ്റ് കണ്ടേന്ന്? അവിടെ അവിടെ
കേശുവേ മിക്കവാറും സംസാരിച്ച് ആ വഴി കൂടെ കറങ്ങി അപ്പുറത്തെ സൈഡിലേക്ക് പോവാനാണ് ചാൻസ്. എന്നാ പിന്നെ നമുക്ക് അവിടെ പോയി നോക്കാം. കം ഓൺ ഫോളോ മീ. അവിടെ എന്താ വേറെ വിശേഷം? സിദ്ധേ, ഇപ്പൊ വാലൊക്കെ തുറന്നെടുക്കുകയാണല്ലോ. ഞാനകത്ത് കയറി ഇതിങ്ങനെ മൊത്തത്തെ ഒഴിഞ്ഞടക്കുന്ന ഒരു സ്ഥലം. ഹോളൊന്നും ഒരു വകയില്ല, ഫുൾ കാലിയാണ്. പക്ഷെ അത് കൊള്ളാം കേട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് വീടും കൂടെ അങ്ങ് മേടിച്ചാലാ? ഓ, നല്ല കാശായിരിക്കും അല്ലേ? എന്നാ പിന്നെ വേണ്ട. സംസാരിച്ച് അകത്ത് കയറിയെന്ന് സംസാരിക്കും. ഈ ലച്ചുവിന് എന്തോന്ന് ഇത്ര സംസാരിക്കാൻ? സാധാരണ ഇത്ര സംസാരിക്കുന്ന കാണുന്നല്ലോ. എന്റെ അമ്മ ഈ കാര്യം മനസ്സിലായില്ലേ? അളയെ വിളിച്ചു പറഞ്ഞു കാണും അളയിൽ ഇങ്ങ് വരുന്നുണ്ടെന്ന്. അതിന്റെ സന്തോഷമല്ലേ കാണിച്ചോണ്ടിരിക്കുന്നേ? വിളിക്കുന്നു, ചിരിക്കുന്നു, കൊഞ്ചുന്നു. പക്ഷെ 3 ദിവസം കാണും. അത് കഴിയുമ്പത്തി അളയെ തന്നെ വീണ്ടും വിളിച്ചു പറയും വരുന്നില്ല എന്ന്. ചേച്ചി വീണ്ടും ചമ്മിപ്പോവും. ചേച്ചി, നമ്മളല്ലേ ചേച്ചി ഒരു ബോധവും ഇല്ലാതെ ഇതിനകത്ത് കയറി സംസാരിക്കുന്ന എന്തിനീ? ഇടിയെ പ്രിയതമനെ വിളിച്ചോണ്ടിരിക്കുകയല്ലേ, അപ്പൊ ഇതൊന്നും അറിയൂല, എങ്ങോട്ടാ പോകുന്നെന്ന് അറിയില്ല, എല്ലാം യാന്ത്രികമായിരിക്കും, ഇങ്ങനെ അങ്ങ് പോവും. ഞാനിപ്പോഴേ വീടിന്റെ അകത്ത് തന്നെയാ. അതിന് ഞാൻ എന്തിനു പേടിക്കണം? എന്നെ സിദ്ധുവിനറിയാലോ. ലച്ചിന് ആരെയും പേടിയില്ല, ഒന്നും പേടിയില്ല. പിന്നെന്താ പ്രശ്നം? പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്, ഈ വീടിന്റെ ഓണറൊക്കെ ഇങ്ങനെ ഡോറൊക്കെ തുറന്നിട്ടിട്ട് പോവുകയാണെങ്കിൽ വലിയ സാമൂഹ്യ വിരുദ്ധരൊക്കെ വന്ന് തമ്പടിക്കും. ചേച്ചി, നമുക്ക് ഈ ഡോർ അങ്ങ് അടച്ചാലോ? ചെറുതായിട്ട് ചേച്ചി ഒന്ന് പേടിപ്പിക്കാം. ഡോർ അടയ്ക്കണ്ട, നമുക്ക് ചാരി പിടിക്കാം. വേണ്ട, എൻ്റെ വേറൊരു സാധനമുണ്ട്. ഇത് നമ്മൾ കുറച്ച് സീനാക്കിയാലേ ശരിയാവത്തുള്ളൂ. അടയ്ക്കുമ്പോ സൗണ്ട് ഉണ്ടായിക്കോ. ഓക്കെ, അനക്കൊന്നും കേൾക്കണില്ലല്ലേ? സാധാരണ ഈ സമയത്ത് പൊളന്നുകൊണ്ട് പുറത്തിറങ്ങി വന്നിട്ട് നമ്മളെ 2 തല്ലും നല്ല ചീത്ത പറയേണ്ട സമയം കഴിഞ്ഞില്ലേ? പിന്നെ അങ്ങോട്ട് പോയി നോക്കാം. വേണോ? വേണം. ആദ്യം പാറുവോ? അതിപ്പോ ചാച്ചി, ചാച്ചി, ചേച്ചി, 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 എങ്ങനെ ഞാൻ എടുക്കും? അയ്യോ, ഇത് തലയുടെ. തൂക്ക്, 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 തൂക്ക്. നീ തൂക്ക്. നില്ല, മാറി. തൂക്ക്. അയ്യോ, ചാച്ചി, 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 ചേച്ചി ചാച്ചി. ചേച്ചി ചേച്ചി, ഇത് നമ്മുടെ വീടല്ലേ? അതെ, നമ്മുടെ വീടാണ്. ചേച്ചി പേടിച്ചോയാ? ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് പ്രോസസ് ചെയ്തോട്ടെ. പേടിച്ചു പോയാന്നാ? അപ്പൊ നിങ്ങളാണ് പൂട്ടിട്ടെ? നമ്മള് ഇങ്ങനെ മറ്റേ ഈ പൂട്ടിയിട്ടില്ലേ ചേച്ചി,
ഇങ്ങനെ അടച്ചു പിടിച്ചിട്ട് ചുമ്മാ സൗണ്ട് ഉണ്ടാക്കി ഇങ്ങനെ ഫണ്ണിന് വേണ്ടിട്ടേ. അവനെന്തിനു ചെയ്യണം? നമ്മളെല്ലാരും കൂടെ ഇത് ചെയ്തത്. എന്താ പ്രശ്നം എന്താന്ന് പറ. എന്നെ അച്ഛൻ സൊല്ലുങ്ക. ശിവ ഇപ്പൊ അടുക്കള വന്ന് വെള്ളം എടുത്തോണ്ട് പോരുന്നു. എന്തുവാന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല. എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് പറയോ? ലക്ഷ്മിച്ച് ബോധം കെട്ട് വീണ്. ബോധം കെട്ടതല്ല, ബോധം കെടുത്തിയതാ. ആര് ബോധം കെടുത്തി? അമ്മമ്മേ ഞാൻ പറയാം. ചേച്ചി ഫോൺ വിളിച്ചോണ്ട് അപ്പുറത്തെ വീടില്ലേ ആ വീട്ടിലോട്ട് കയറിപ്പോയി. അപ്പൊ നമ്മള് ചുമ്മാ തമാശക്ക് ആ ഡോർ അങ്ങ് അടച്ച് ചേച്ചി അങ്ങ് ബോധം കെട്ട് വീണു. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളെന്നോ? പോയി എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ഇപ്പോഴും കൊച്ചു പിള്ളേരാണോ വിചാരം? ചിരിച്ചു കാണിക്കുന്നോ? എല്ലാം തമാശയാണെന്ന വിചാരം. லிச்சு உனக்கு ஏதாவது ஆச்சா? സ്പോട്ടിൽ തന്നെ ബോധം പോയത് കൊണ്ട് ഒന്നും മനസ്സിലായില്ല. ലച്ചു സോറി. സോറിയുടെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനത്തെ തമാശയൊക്കെ ഇവിടെ സ്ഥിരമാണല്ലോ. ഇന്ന് ഞാൻ അത്രയല്ലേ ഉള്ളൂ. കുഴപ്പമില്ല. അപ്പൊ എന്തായാലും പ്രശ്നമൊക്കെ സോൾവല്ലേ? തലേന്ന് അടിച്ചു കൊണ്ടില്ലല്ലോ അല്ലേ? പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടാ, ചേച്ചി എന്തിനാണ് അളിയനെ കിടന്ന് ഇങ്ങനെ വിളിക്കണത്? ഭയങ്കര ഫോൺ വിളിയാണല്ലോ. സാധാരണ ഇത്രയും ഫോൺ വിളിയൊന്നും ഇല്ലാത്തയാണല്ലോ. എന്തെങ്കിലും വിളിച്ചൂടെ? ഇത്രയൊക്കെ വിളിക്കോ? അതൊക്കെ പോട്ട് വിളിച്ച് അതിനകത്തോട്ട് കയറിപ്പോയത് എന്തിനാ? അത് തന്നെയാണ് ഞാൻ ചോദിക്കാൻ വന്നത്. വേറെ എവിടെയൊക്കെ പോയടോ ഉണ്ട്? ആ ഭാർഗവ നിലയത്തിന്റെ ഉള്ളിൽ തന്നെ കയറി പോണോ? ഞാൻ മനഃപൂർവ്വം കയറി പോയതൊന്നുമല്ല. ഞാനവിടെ സംസാരിച്ച് ആ വാതിലെ അവിടെ ചാരി വന്നപ്പോഴത്തേക്ക് അറിയാതെ അതങ്ങ് തുറന്നുപോയി. അറിയാതെ തുറന്നതല്ല ലച്ചു, നീ മുട്ടുന്നത് കേട്ട് അതിന്റെ അകത്തുള്ള ആള് തുറന്നു തന്നതാ. അതിന്റെ അകത്തുള്ള ആളാ? ഏതാള്? അതിന്റെ അകത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആത്മാക്കള്. ചുമ്മാ അമ്മായി ഓരോന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കരുത് കേട്ടാ. പേടിപ്പിച്ചല്ല, കാര്യം പറഞ്ഞതാ. കാര്യം പറയുന്നു. അല്ല, ആത്മാവിന്റെ കേസ് അവിടെ നിക്കട്ടെ. ആ ആത്മാവിന്റെ കേസ് പറ. ഏതാത്മാവിന്റെ? അയ്യോ ചിരി. കാര്യം പറയാ ചുമ്മാ. എല്ലാരും ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ പറയും. അങ്ങോട്ട് പക്ഷെ ആരും ഞെട്ടരുത്. പറയട്ടെ? ശരിക്കും പറയട്ടെ? ശിവ, നീ സിദ്ധുവിന് ലീവ് കിട്ടി. എടാ സിദ്ധുവിന് ലീവ് കിട്ടിയത്. അമ്മായി സിദ്ധുവിന് ലീവ് കിട്ടിയത്. സിദ്ധു പെട്ടെന്ന് ഇങ്ങോട്ട് വരും. അമ്മായി, ആ ബോധം കെട്ട വീഴ്ചയില് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. എടാ എനിക്കൊന്നും പറ്റിയില്ല, ഞങ്ങക്ക് സത്യം പറഞ്ഞതാ. ചേച്ചി ഗുളിക വേണേ പറഞ്ഞാൽ നീ മേടിച്ചോണ്ട് വരാം കേട്ടോ. എടാ ഒന്ന് വിശ്വസിക്കണം, ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണെന്ന്. എന്തൊരു കഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ആരും ഇപ്പൊ വിശ്വസിക്കൂലേ? എല്ലാം കേറി പോയൊക്കെ നോക്കിക്കേ. അമ്മമ്മ, ആന്റി, ഒന്ന് വാ. ഞാൻ കള്ളം പറഞ്ഞല്ല, സത്യം പറഞ്ഞതാ. സിദ്ധുവിന് ലീവ് കിട്ടിയെന്ന്. ശിവ, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ 2-3 ദിവസം മുന്നേ സിദ്ധു വരുന്ന കാര്യം. സത്യമായിട്ടും എൻ്റെ അച്ഛനും അമ്മയാണ് സത്യം. സിദ്ധുവിന് ലീവ് കിട്ടി. നിങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കണേ. എടേ, ഇത് ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ അല്ല. ശരിക്കും സിദ്ധുവിന് ലീവ് കിട്ടി. അടുത്ത ആഴ്ച തൊട്ട് 1 മാസം വരെ സിദ്ധുവിന് ലീവ് ഉണ്ടെന്നാണ് സിദ്ധു എന്നെ വിളിച്ച് പറഞ്ഞത്. സത്യമായിട്ടും. പിന്നെ ടിക്കറ്റിന്റെ കൺഫർമേഷൻ നാളെ രാവിലെ അറിയിക്കാന്നും പറഞ്ഞു. നീ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? എന്റെ ദൈവമേ, ഞാൻ ഇനിയിപ്പോ ആരെയൊക്കെ പിടിച്ച് സത്യം ഇടണം? അമ്മയും അച്ഛനും ഈ പാറക്കുട്ടിയാണ്, ശിവാനിയാണ്, അമ്മായിയാണ് സത്യം. ശരിക്കും അതേ പറഞ്ഞോണ്ടിരിക്കുന്ന സിദ്ധു വരുന്നുണ്ടെന്ന്. അളിയൻ പറഞ്ഞോ? ആ ഫിക്സ് ആയോ? ഫിക്സ് ആയി. അങ്ങനെ ഒരുപാട് നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ അളിയൻ നാട്ടിൽ കാലുകുത്തിയാണ് സഹോദരങ്ങളെ. അങ്ങനെ
പറയാതരികെ വന്ന പ്രണയമേ നിനക്കു നൽകാൻ എന്തു തേടും ഞാനാകാമേ നിനക്കു നൽകാൻ എന്തു തേടും ഞാനാകാമേ പറയാതരികെ വന്ന പ്രണയമേ ധാരാളമായി നീ തൊടും ലാളനകൾ മധുരമാം നോക്കിലെ തേൻ കണങ്ങൾ നിന്നിഴലോട് നിഴൽ ചേർത്ത പുലർവേളകൾ തെല്ലുറങ്ങാതെ നാം കേട്ട രാമാരികൾ സമ്പൂർണം നിന്നിലെന്നും ഇവൾ പറയാതരികെ വന്ന പ്രണയമേ പ്രണയമേ നാദാ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു താവകവീതിയിൽ എന്മിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു നാദാ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. ഇപ്പൊ പൊക്കോളൂ എന്റെ മുമ്പിൽ നിന്ന് എല്ലാരും കൂടെ. ഒരു സ്ഥലത്ത് മനുഷ്യ ചുമ്മാ ഇരിക്കാൻ വിടരുത് കേട്ടോ. ലച്ചുവേ, എന്താ ലച്ചുവിന്? എന്താണ് രാവിലെ ഒരു അമ്പലത്തിൽ പോക്ക്, മൂളിപ്പാട്ട്, വേറെ മൂഡിലാണല്ലോ മോള്. വേറെ ഏത് മൂഡിലാണല്ലോന്ന്? കുട്ടി എന്താണ് ഏട്ടന് വേണ്ടി അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചത്? കുട്ടിയുടെ മാനസ പുഷ്പങ്ങൾ ഏട്ടന് വേണ്ടി ഭഗവാൻ അർപ്പിച്ചോ? അതെ, നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? മറ്റുള്ളവരുടെ പ്രൈവസിയിൽ എന്തിനാണ് തലയിട്ട് നോക്കണേ? അയ്യോ, നമ്മുടെ ഒന്നും പ്രൈവസിയുടെ ലോകത്ത് ചേച്ചി വരൂലല്ലോ. കേശുവേ, നീ പകവെക്കുവാണല്ലേ? ചേച്ചി പോട്ടെ വീട്. ചേച്ചി ഇപ്പൊ പാടിയ പാട്ട് നല്ല പാട്ട്. എന്തായിരുന്നു അമ്മ ഈ ആ പാട്ട്? നാദാ നീ വരും കാലൊച്ച കേൾക്കുവാൻ. എന്തൊരു അർത്ഥവത്തായ പാട്ടാണല്ലേ. ഒന്നുകൂടെ പാടില്ല ചു. പിന്നെ ഞാൻ പാടണൊന്നുമില്ല. പാട്. ഞാൻ ഇപ്പൊ പാടിയത് നിങ്ങൾ കേട്ടല്ലേ, പിന്നെ എന്താ ഞാൻ പിന്നെ പാടണേ? പാടങ്ങോട്ടെ. പാടാം, പക്ഷെ എന്നെ കളിയാക്കരുത്. എണ്ണം വേണ്ടി പോരുത് ഇവിടെ ഇനി. നാദാ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു താവകവേദിയിൽ എന്നിൽ പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു നാദാ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും.